വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ നമസ്കാരം. കരിയർ ഗുരുവിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് സ്കോളർഷിപ്പുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതും ഏറ്റവും ഇൻട്രസ്റ്റിങ്ങുമായ ഒരു വിവരമാണ് സ്കോളർഷിപ്പുകളെ കുറിച്ചുള്ള വിവരം. ഉപരിപഠനത്തിനായിട്ട്, വിദ്യാഭ്യാസത്തിനായിട്ട് ഒരുപാട് സ്കോളർഷിപ്പ് സംവിധാനങ്ങൾ ഇന്ത്യയിലുണ്ട്. പ്രത്യേകിച്ച് സാമുദായികമായും സാമൂഹികമായും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് അധിക സ്കോളർഷിപ്പുകൾ. മുന്നോക്കക്കാർക്ക് കിട്ടുന്ന സ്കോളർഷിപ്പുകളെ കുറിച്ച് നമുക്ക് വിവരങ്ങൾ കുറവാണ്, അത്തരം സ്കോളർഷിപ്പുകളും കുറവാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് മുന്നോക്ക സമുദായത്തിൽ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന ഒരു സ്കോളർഷിപ്പിനെ കുറിച്ചാണ്. മറ്റൊന്നുമല്ല, വിദ്യാസമുന്നതി എന്ന പേരിൽ കേരള സർക്കാർ കൊടുത്തു വരുന്ന സ്കോളർഷിപ്പ് സ്കീമാണ്. പൊതുവെ ഈ ഒരു സമയം നല്ലൊരു സമയമാണ്. കാരണം പല കോഴ്സുകളിലെയും അഡ്മിഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞു, ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു, ചില കോഴ്സുകളുടെ അഡ്മിഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഉന്നത പഠനത്തിന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക്, മുന്നോക്ക സമുദായത്തിലെ ആളുകൾക്ക് ഈ ഒരു സ്കോളർഷിപ്പ് ഏറ്റവും ഉപകാരപ്രദമാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അപേക്ഷിക്കാൻ നമ്മൾ കാര്യക്ഷമമായി വർക്ക് ചെയ്യണം. ഞാൻ സ്കോളർഷിപ്പുകളെ കുറിച്ച് പറയാം. ഈ സ്കോളർഷിപ്പുകളുടെ ഒരു പ്രത്യേകത 7 തലങ്ങളിലായിട്ടാണ്, പഠന മേഖലകളായി തിരിച്ചിട്ടാണ് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത്. ഒന്നാമത്തേത് ഹയർ സെക്കൻഡറി തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ്. +1, +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, സർക്കാർ കേരള സ്റ്റേറ്റ് വെൽഫെയർ കോർപ്പറേഷൻ ഫോർ ഫോർവേഡ് കമ്മ്യൂണിറ്റി എന്ന പേരിൽ തന്നെ ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കി അതിൻ്റെ കീഴിലാണ് ഈ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കീഴിൽ വിദ്യാസമുന്നതി എന്ന പേരിൽ 7 വിഭാഗങ്ങളിലായിട്ടാണ് കൊടുക്കുന്നത്. ആദ്യത്തേത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹയർ സെക്കൻഡറി തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, +1, +2 തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്. രണ്ടാമത്തേത് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ. മൂന്നാമത്തേത് ഡിഗ്രി തലത്തിൽ പഠിക്കുന്ന ആളുകൾ. നാലാമത്തേത് പോസ്റ്റ് ഗ്രാജുവേറ്റ് തലത്തിൽ പഠിക്കുന്ന ആളുകൾ. അഞ്ചാമത്തേത് CA, CMA, ദെൻ CS കമ്പനി സെക്രട്ടറി, ചാർട്ടേഡ് അക്കൗണ്ടൻസി, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി ഇന്ത്യൻ ആണ്. ദെൻ അതുപോലെ തന്നെ കമ്പനി സെക്രട്ടറി. ദെൻ ആറാമത്തേത് വരുന്നത് നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ളതാണ്. ഏഴാമത്തേത് MPhil, PhD പോലുള്ള റിസർച്ച് പ്രോഗ്രാമുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ. ഇങ്ങനെ മൊത്തത്തിൽ 7 വിഭാഗങ്ങളിലായിട്ടാണ് സ്കോളർഷിപ്പുകൾ കൊടുത്തു വരുന്നത്. ആദ്യം നമുക്ക് +2 തലത്തിൽ അല്ലെങ്കിൽ 11th and 12th തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പിനെ കുറിച്ച് പറയാം. 10,500 സ്കോളർഷിപ്പുകളാണ് ഈ വകയിൽ വിതരണം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ +1ലും +2ലും പഠിച്ചുകൊണ്ടിരിക്കുന്ന 10,500 വിദ്യാർത്ഥികൾക്ക്, തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കും. 4,000 രൂപയാണ് വാർഷിക സ്കോളർഷിപ്പ് തുക. ദെൻ ഇത് അപേക്ഷിക്കണം, നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കണം. വരുമാനം 4 ലക്ഷത്തിൽ കവിയാൻ പാടില്ല. SSLCക്ക് 70% അല്ലെങ്കിൽ അതിന് തുല്യമായ ഗ്രേഡോ വാങ്ങിയ ആളുകളായിരിക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അപേക്ഷിക്കുന്നതിന് മുമ്പ്, അത് കോമൺ ആയിട്ട് ഞാൻ പറയും, അപേക്ഷിക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് കേരള സ്റ്റേറ്റ് വെൽഫെയർ കോർപ്പറേഷൻ ഫോർ ഫോർവേഡ് കമ്മ്യൂണിറ്റീസിൻ്റെ സൈറ്റ് ഉണ്ട്. KSWCFC.org എന്ന വെബ്സൈറ്റിൽ നമ്മൾ കയറി, ആ സൈറ്റിൽ കയറുമ്പോൾ തന്നെ അതിൻ്റെ മേളിൽ തന്നെ ഡേറ്റ രജിസ്ട്രേഷൻ, ഡേറ്റ ബാങ്ക് രജിസ്ട്രേഷൻ കൊണ്ട് നമുക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ നമ്മുടെ ഡേറ്റകൾ ചേർത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ് അതാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പറും അതിൻ്റെ അനുബന്ധ ഡീറ്റെയിൽസും കിട്ടും. ഈ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഓരോ വിഭാഗത്തിലുള്ള ആളുകൾ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ആപ്ലിക്കേഷൻ കൊടുക്കണം. അപ്പോൾ ആദ്യം രജിസ്ട്രേഷൻ ചെയ്യണം, പിന്നെ ആപ്ലിക്കേഷൻ കൊടുക്കണം. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ +2 തലത്തിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർ ആദ്യം കയറി ഈ സൈറ്റിൽ കയറി ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്തൊരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. പിന്നീട് ഓരോ വിഭാഗത്തിനും പ്രത്യേകം ആപ്ലിക്കേഷൻ വേറെ തന്നെ ഈ രജിസ്റ്റർ നമ്പർ വെച്ചുകൊണ്ട് കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നുകൂടി ഞാൻ പറയാം, KSWCFC.org എന്ന വെബ്സൈറ്റിലാണ് നിങ്ങളിത് ചെയ്യേണ്ടത്. ദെൻ അതിൽ അങ്ങനെ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ, രജിസ്ട്രേഷൻ കഴിഞ്ഞ് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെ സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രം, +2 ദെൻ +1, +2 അതിന് പുറമെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ പ്രൊഡ്യൂസ് ചെയ്തത്, ദെൻ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ദെൻ അതിന് പുറമെ മാർക്ക് ഷീറ്റ്, നമുക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് തെളിയിക്കുന്ന മാർക്ക് ഷീറ്റ് വെക്കുക. ദെൻ അതോടൊപ്പം നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ്, പാസ്ബുക്കിൽ IFSC
കോഡ് കൂടി വ്യക്തമായിട്ട് കാണുന്ന രീതിയിലുള്ള സ്കാൻ ചെയ്തെടുത്ത ഡോക്യുമെന്റും അതുപോലെ ആധാറും സബ്മിറ്റ് ചെയ്യണം. ഇതാണ് നോർമലി എല്ലാവരും സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റുകൾ. ദെൻ അടുത്ത വിഭാഗം എന്ന് പറയുന്നത് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികൾക്ക് ഏകദേശം 1000 പേർക്കാണ് സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. 6000 രൂപയാണ് സ്കോളർഷിപ്പ് എമൗണ്ട്. ദെൻ SSLCക്ക് 60% മാർക്ക് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അത് തുല്യമായ ഗ്രേഡ് ആയിരിക്കണം. ദെൻ സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ സ്വാശ്രയ എന്ന് വെച്ചാൽ എയ്ഡഡ്, ഗവൺമെന്റ് എയ്ഡഡ്, ദെൻ അതുപോലെ തന്നെ സ്വാശ്രയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ദേശീയ തലത്തിലുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അവിടെയും ഇങ്ങനത്തെ ഡിപ്ലോമകൾ ഉണ്ടാവും. ഒരു ഉദാഹരണത്തിന് സിപ്പറ്റ് ഉണ്ട്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത്തരം ദേശീയ തലത്തിലുള്ള സ്ഥാപനങ്ങൾ, റിസർച്ച് സ്ഥാപനങ്ങളും അല്ലാത്ത ദേശീയ പ്രാധാന്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൊടുക്കുന്ന ഡിപ്ലോമകൾക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അപേക്ഷിക്കാം. പക്ഷെ അത് അഖിലേന്ത്യാ തലത്തിൽ നടത്തിയ പരീക്ഷ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കണം എന്ന് നിബന്ധനയുണ്ട്. എന്ന് വെച്ചാൽ അതത് സ്ഥാപനങ്ങൾ സ്വന്തമായിട്ട് നടത്തിയ ടെസ്റ്റ് വഴി ആവരുത് എന്നർത്ഥം. ദേശീയ തലത്തിൽ ഇനി അങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ദേശീയ തലത്തിൽ നടത്തിയ ടെസ്റ്റ് വഴി ആയിരിക്കണം. ആ ലൊക്കേഷൻ മാത്രം ഒതുങ്ങുന്നത് ആവരുതെന്ന് അർത്ഥം. ദെൻ അങ്ങനെ ടെസ്റ്റ് പാസ്സായ കുട്ടികൾക്ക് അവർ ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡേറ്റാ ബാങ്കിൽ കയറി രജിസ്റ്റർ ചെയ്തതിന് ശേഷം പിന്നീട് ആപ്ലിക്കേഷൻ നമ്പർ വെച്ചുകൊണ്ട് നമ്മൾ ആപ്ലിക്കേഷൻ വേറെ തന്നെ സബ്മിറ്റ് ചെയ്യണം. ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ആ കൂട്ടത്തിൽ ഈ സ്ഥാപന മേധാവികളുടെ സാക്ഷ്യപത്രം ഉണ്ടാവുക. ദെൻ അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി, ജാതി ഇതൊക്കെ തെളിയിക്കുന്നത്, അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ്, ദെൻ അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ബാങ്ക് റിപ്പോർട്ട്, മാർക്ക് ഷീറ്റ്, ആധാർ. ഇത് കോമൺ ആയിട്ട് വരുന്ന കുറേ ഡോക്യുമെന്റ്സ് ഉണ്ട്. അത് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. എന്നിട്ടാണ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഇത് സെലക്ട് ചെയ്യുമ്പോൾ വരുമാനം കുറഞ്ഞ ആളുകളെ പരിഗണിച്ച് നമ്പറിനനുസരിച്ച് ലഭ്യമായ സ്കോളർഷിപ്പിനനുസരിച്ചാണ് ഈ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യുന്നത്. ഇതിൽ ഈ ഡിപ്ലോമക്കാർക്കുള്ളത് വെച്ചുകൊണ്ട് കൃത്യമായിട്ട് 25 വയസ്സ് കവിയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തത് ഡിഗ്രിക്കാർക്കുള്ളതാണ്. ഈ ഡിഗ്രി തന്നെ 2 തലത്തിലാണ് വിഭജിച്ചിരിക്കുന്നത്. ഒന്ന് പ്രൊഫഷണൽ കോഴ്സ്, മറ്റൊന്ന് നോൺ പ്രൊഫഷണൽ കോഴ്സ്. കേരള സർക്കാർ അംഗീകരിച്ച ഗവൺമെന്റ് എയ്ഡഡ് സ്വാശ്രയ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കണം. ദേശീയ തലത്തിലുള്ള സ്ഥാപനങ്ങളിൽ, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ആവാം. അത് അധികവും നമ്മൾ ഈ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളോ നാഷണൽ ലെവലിലുള്ള പ്രോഗ്രാമുകൾ ആയിട്ട് പറയുന്ന അങ്ങനത്തെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ചില കേസുകൾ ഇപ്പോൾ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഒക്കെ പഠിക്കുന്ന 5 വർഷത്തെ പ്രോഗ്രാം ആണെങ്കിൽ ആദ്യത്തെ 3 വർഷത്തെ ഡിഗ്രി ആയിട്ട് പരിഗണിച്ചിട്ട് ആ തലത്തിൽ, ഡിഗ്രി തലത്തിൽ അപേക്ഷിക്കുകയും അത് കഴിഞ്ഞിട്ടുള്ള 4-ാമത്തെയും 5-ാമത്തെയും വർഷം പഠിക്കുന്ന ആളുകൾ, അത് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിന്റെ 4-ാമത്തെയും 5-ാമത്തെയും വർഷം പഠിക്കുന്ന ആളുകൾ PG തലത്തിൽ സെപ്പറേറ്റ് ആയിട്ട് വേറെ തന്നെ അപേക്ഷിക്കണം. അപ്പോൾ ഇതാണ് രീതി. അപ്പോൾ അതിൽ യോഗ്യത പറയുന്നത് +2 തലത്തിൽ 70% അല്ലെങ്കിൽ ഇക്വലന്റ് ഗ്രേഡ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഏകദേശം 3500 പേർക്ക് 8000 രൂപ വെച്ചാണ് സ്റ്റൈപ്പൻഡ് അല്ലെങ്കിൽ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. ദെൻ അതുപോലെ അത് നോൺ പ്രൊഫഷണൽ കോഴ്സുകാർക്ക്, നോൺ പ്രൊഫഷണൽക്കാർക്ക് 10000 പേർക്ക് 6000 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ സ്ഥാപനങ്ങളുടെ മേധാവിയുടെ സാക്ഷ്യപത്രം വേണം. അതോടൊപ്പം തന്നെ നമ്മളുടെ +2 തലത്തിലെ മാർക്ക് ഷീറ്റ്, ദെൻ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ദെൻ അതിന് പുറമെ ബാങ്ക് ഡീറ്റെയിൽസ്, ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കാതെ IFSC കോഡ് കൃത്യമായിട്ട് കാണണം. ദെൻ അതോടൊപ്പം തന്നെ ആധാർ കാർഡും നമ്മൾ സ്കാൻ ചെയ്ത്, ഇതെല്ലാം സ്കാൻ ചെയ്ത് ഡോക്യുമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യണം. ഇനിയുള്ളത് PG തലത്തിലാണ്. ഈ PG തലത്തിൽ തന്നെ വീണ്ടും പ്രൊഫഷണൽ, നോൺ പ്രൊഫഷണൽ ഉണ്ട്. ഈ നോൺ പ്രൊഫഷണൽ കോഴ്സുകൾ അങ്ങനെ തന്നെയാണ്. PGന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ജോയിൻ ചെയ്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ 4-ാമത്തെയും 5-ാമത്തെയും കോഴ്സുകളുടെ സമയത്ത് 5-ാമത്തെയും വർഷത്തിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഇനി വേറെ PG വേറെ തന്നെ ആണെങ്കിൽ അവിടെ നമ്മൾ അപേക്ഷിക്കുമ്പോൾ അവർ പ്രത്യേകം പറയുന്നത് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റിൽ ഡിഗ്രിയുടെ മാർക്ക് പറയുന്നത് സയൻസ് ബേസ്ഡ് ആണെങ്കിൽ 60% വേണം. കൊമേഴ്സ്, ആർട്സ്, ഹ്യൂമാനിറ്റീസ്, ദെൻ അതുപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സുകൾ ഇതൊക്കെ ആണെങ്കിൽ, അതൊക്കെ കഴിഞ്ഞ ആളുകളാണെങ്കിൽ അതിനൊരു 55% മാർക്കാണ് പറയുന്നത്. അപ്പോൾ സയൻസ് ആണെങ്കിൽ ഡിഗ്രിക്ക് 60%, ദെൻ അല്ലെങ്കിൽ 55%. ഇനി ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണെങ്കിൽ +2ന്റെ മാർക്ക് സബ്മിറ്റ് ചെയ്താൽ മതി, 70% മാർക്ക് ഉണ്ടായിരിക്കണം. ദെൻ ഇതാണ് യോഗ്യത. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ രേഖകളെല്ലാം കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് തെറ്റില്ലാതെ കയറ്റിയിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ദെൻ 16000 രൂപയാണ്
നോൺ പ്രൊഫഷണൽ കോഴ്സുകാർക്കുള്ള സ്റ്റൈപ്പൻഡ്. അതുപോലെ 10,000 രൂപയാണ് നോൺ പ്രൊഫഷണൽ കോഴ്സുകാർക്കുള്ള സ്റ്റൈപ്പൻഡ്, പി ജിക്കാർക്കുള്ള സ്റ്റൈപ്പൻഡ്. പ്രൊഫഷണൽ പി ജിക്കാർ ഒരു 250 പേർക്കാണ് സ്കോളർഷിപ്പ് കൊടുക്കുന്നതെങ്കിൽ നോൺ പ്രൊഫഷണൽ പി ജിക്കാർ 1960 പേർക്കാണ് സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. അടുത്തത് ഈ ചാർട്ടേഡ് പ്രോഗ്രാം ഉണ്ടല്ലോ, നമ്മൾ CA, CMA, CS, ചാർട്ടേഡ് അക്കൗണ്ടൻസി, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി, ദെൻ അതുപോലെ തന്നെ കമ്പനി സെക്രട്ടറി. ഈ പ്രോഗ്രാമുകൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതിൽ അവർ എലിജിബിലിറ്റി പറയുന്നത് ഇപ്പൊ CA-യുടെയും CMA-യുടെയും ഇന്റർ കഴിഞ്ഞ് 4 വർഷം കവിയാത്ത ആളുകളായിരിക്കണം. എന്ന് വെച്ചാൽ അത് കവിയാൻ പാടില്ല. ദെൻ അതുപോലെ തന്നെ CS-ന്റെ എക്സിക്യൂട്ടീവ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് പാസ്സായി കഴിഞ്ഞ് പിന്നെ 4 കൊല്ലം കവിയാൻ പാടില്ല. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. 10,000 രൂപയാണ് ഇവർക്ക് കൊടുക്കുന്നത്. ഈ 10,000 രൂപ കൊടുക്കുന്നത് 90 പേർക്കാണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് ഈ CS-ന്റെയും CMA-യുടെയും എൻറോൾമെന്റ് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ നമ്പറും ഡീറ്റെയിൽസും സബ്മിറ്റ് ചെയ്യണം. അതിന് പുറമെ നമ്മുടെ മറ്റ് രേഖകൾ, വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ദെൻ ബാങ്ക് പാസ്ബുക്കിന്റെ ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞു, അതോടൊപ്പം ആധാർ കാർഡും സബ്മിറ്റ് ചെയ്യണം. പിന്നെ 6ാമത്തത് ദേശീയ തലത്തിലുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇപ്പൊ IIT-കൾ, NIT-കൾ, ISC, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ദെൻ അതുപോലെ NIFT, ദെൻ എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അതുപോലെ തന്നെ മറ്റ് സമാനമായി ഇപ്പൊ NID, NIFT പോലെ തന്നെ സമാനമാണ് NID, നാഷണൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് ഉണ്ട്. അത് സെലക്ട് ചെയ്യുന്ന 78 പേരെയാണ് 50,000 രൂപയാണ് വാർഷിക സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. അപ്പൊ അതിന് വേണ്ടത് ഈ 70% മാർക്കോടെ 12th കംപ്ലീറ്റ് ചെയ്ത ആളുകളായിരിക്കണം. അതോടൊപ്പം അവർ ഈ ദേശീയ തലത്തിലുള്ള എക്സാം പാസ്സായിട്ട് ഈ സ്ഥാപനങ്ങളിൽ കിട്ടിയ ആളുകളായിരിക്കണം. പിന്നെ വരുന്നത് PhD MPhilക്കാർക്കാണ്. PhD MPhilക്കാർക്ക് 10 വീതമാണ് കൊടുക്കുന്നത്. 25,000 രൂപ വീതം, 10 പേർക്ക് 25,000 രൂപ വീതം വാർഷിക സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. അപ്പൊ 10 MPhilക്കാർക്ക്, 10 PhD-ക്കാർക്ക്. അതിൽ ശ്രദ്ധിക്കേണ്ടത് UGC അപ്രൂവൽ. ഇപ്പൊ കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന PhD MPhil പ്രോഗ്രാമുകളാവാം, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ UGC അപ്രൂവ് ചെയ്തിരിക്കുന്ന യൂണിവേഴ്സിറ്റികളാവാം. ദേശീയ തലത്തിലുള്ള പരീക്ഷകൾ വഴി സെലക്ട് ചെയ്യപ്പെട്ട ആളുകളായിരിക്കണം. അവരും ഇതേപോലെ തന്നെ PG-യിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് 55% പറയുന്നത്, 55% മാർക്കോടെ PG കംപ്ലീറ്റ് ചെയ്ത ആളുകളായിരിക്കണം. ദെൻ ഇങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി, നമ്മൾ കേരള സ്റ്റേറ്റ് വെൽഫെയർ കോർപ്പറേഷൻ ഫോർ ഫോർവേഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സൈറ്റ് ഉണ്ടല്ലോ, കേരള KSWCFC, കേരള സ്റ്റേറ്റ് വെൽഫെയർ കോർപ്പറേഷൻ ഫോർ ഫോർവേഡ് കമ്മ്യൂണിറ്റീസ്. ആ സൈറ്റിൽ നിങ്ങൾ കയറുക. അത് കയറിയിട്ട് ആദ്യം തന്നെ ഡേറ്റ ബാങ്ക് രജിസ്ട്രേഷൻ എന്ന് കാണാം, മുകളിൽ തന്നെ, സൈറ്റിന്റെ മുകളിൽ തന്നെ കാണാം. അതിൽ കയറി രജിസ്റ്റർ ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമ്പറൊക്കെ കിട്ടും. അത് വെച്ചുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യണം. പിന്നെ വീണ്ടും ആപ്ലിക്കേഷൻ വേറെ ഓരോ വിഭാഗം, നിങ്ങൾ ഏത് വിഭാഗത്തിലാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. പ്രധാനപ്പെട്ട 4-5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, വരുമാനം 4 ലക്ഷത്തിൽ കവിയാൻ പാടില്ല. മറ്റൊന്ന്, സംവരണേതര വിഭാഗം എന്ന് വെച്ചാൽ മുന്നാക്കക്കാരായിരിക്കണം. സംവരണം കിട്ടാത്ത വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരിക്കണം. ദെൻ അതുപോലെ തന്നെ കേരളത്തിനുള്ളിലുള്ള ആളുകൾക്കാണ് ഈ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. പുറത്തുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ആളുകൾക്കും കൊടുക്കാം, പക്ഷെ ദേശീയ തലത്തിലുള്ള പരീക്ഷ പാസ്സായവരായിരിക്കണം. ദെൻ അതുപോലെ തന്നെ ഈ രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ ചെയ്ത് നമുക്ക് കിട്ടുന്നത് നമ്മുടെ വരുമാനത്തിന്റെ കുറവിനനുസരിച്ചാണ്. അങ്ങനെയുള്ളവരെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ അപേക്ഷിച്ചിരിക്കുന്ന ആളുകളിൽ ഏറ്റവും വരുമാനം കുറഞ്ഞ ആളുകളെയാണ് അവർ സെലക്ട് ചെയ്യുക. ദെൻ അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷത്തേക്കാണ് ഈ സ്കോളർഷിപ്പ് കിട്ടുക. അത് കഴിഞ്ഞാൽ അത് പുതുക്കാൻ പറ്റില്ല. നമ്മൾ വീണ്ടും അടുത്ത വർഷം വീണ്ടും നമ്മൾ അപേക്ഷിക്കണം. അപ്പോൾ അപേക്ഷിക്കുമ്പോൾ ഈ പഴയ രജിസ്ട്രേഷൻ നമ്പർ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പുതുതായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. അല്ലാണ്ട് പഴയ ആപ്ലിക്കേഷൻ പുതുക്കുന്ന പരിപാടിയില്ല. അതിപ്പോൾ പ്രോസസ്സ് മുഴുവൻ ആദ്യം മുതൽ വീണ്ടും ചെയ്യണം എന്നർത്ഥം. ദെൻ രേഖകൾ, ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ലെജിബിളായ, കൃത്യമായതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലെന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അപേക്ഷ ഒരു മുന്നറിയിപ്പിലാണ് നിരസിച്ച് കളയും. ദെൻ അതുപോലെ തന്നെ വേറെ സ്കോളർഷിപ്പുകളൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉണ്ടാവരുത്. അങ്ങനെയാണെങ്കിൽ അവർ റീഫണ്ട് ചെയ്യാൻ പറയും, നഷ്ടപരിഹാരം പറയും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സർട്ടിഫിക്കറ്റുകൾ കൃത്യമായിട്ട്, മുന്നോക്ക വിഭാഗത്തിൽ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്ക് നല്ലൊരു അവസരമാണ്. സ്കോളർഷിപ്പ് കിട്ടുക എന്നുള്ളത് പോലും ഒരു യോഗ്യതയാണ് എന്ന് കണ്ടിട്ട് മുന്നോട്ടുള്ള പഠനത്തിൽ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ മുമ്പ് ഇനി അങ്ങോട്ട് പുറത്തേക്കൊക്കെയോ ദേശീയ തലത്തിൽ
പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കാൻ പലപ്പോഴും ഈ സ്കോളർഷിപ്പ് കിട്ടിയതൊരു മുൻഗണനാക്രമത്തിന് കാരണമാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. മറക്കാതിരിക്കുക, November 20 ലാസ്റ്റ് ഡേറ്റ്. നന്ദി, നമസ്കാരം. Career Guru, molding your future.